ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. പിന്നെ കുറ്റപത്രം വായിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8 മാസം ഞാൻ ജീവിതത്തിൽ അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ ഈ കണ്ണുനീര് കണ്ടോ? അഭിമാനം നഷ്ടപ്പെട്ടു പോയൊരു പിതാവിന്റെയും കുടുംബത്തിന്റെയും തീരാ ദുഃഖത്തിന്റെ വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. എന്താണ് ആ സാധുവായ പിതാവ് ചെയ്ത തെറ്റ്? ഒരു പെൺകുട്ടിയുടെ വഴിവിട്ട ബന്ധത്തെ വീട്ടിലറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ 285 ദിവസമാണ് പോസ്കോ കേസിൽ ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. ആ ദിവസങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബം അനുഭവിച്ച നാണക്കേട്, വിഷമാവസ്ഥ, മറ്റുള്ളവരുടെ കളിയാക്കി ചിരി, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു പിതാവ് ജയിലിന്റെ ഉള്ളറയിൽ അനുഭവിച്ചു തീർത്ത ദിവസങ്ങൾ ആര് തിരിച്ചു കൊടുക്കും ഈ നഷ്ടത്തിന്? When character is lost, everything is lost. ഒരാളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം ആ മനുഷ്യനും നഷ്ടപ്പെട്ടു പോയി. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ എത്ര പേർ ഈ രൂപത്തിൽ ഇരയായിട്ടുണ്ട്. നാം പഠിക്കണം. ഇത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല, ഇത് പുരുഷനെ എന്തും ചെയ്യാനുള്ള ഒരു പെണ്ണിന്റെ അവകാശമായി നിയമങ്ങൾ മാറിയിട്ടുണ്ട്. ഒരാണിനെ പറ്റി ഒരു പെണ്ണ് അപവാദം പറഞ്ഞ് അദ്ദേഹം അത്രയും നാൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നീതിപീഠത്തോട് ചോദിക്കട്ടെ, ആ പെണ്ണ് പച്ച നുണയുടെ പ്രചാരണമാണ് നടത്തിയതെങ്കിൽ അദ്ദേഹം അനുഭവിച്ചതുപോലെ അവരും അനുഭവിക്കൽ നിർബന്ധമാണ്. കള്ളക്കേസിൽ പെടുത്തുമ്പോൾ ഒരു പുരുഷന്റെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ അവരുടെ മുതുമുത്തച്ഛന്മാരുടെ ചരിത്രങ്ങൾ വരെ പുറത്തു പറയും. എന്നാൽ അതേ തെറ്റ് ഒരു സ്ത്രീയിൽ സംഭവിച്ചാൽ അവൾ മറക്കപ്പെടേണ്ട വസ്തുവായി ചിത്രീകരിക്കും. എന്താ, അഭിമാനം ഒരു വിഭാഗത്തിന് മാത്രമുള്ള കുത്തകയാണോ? ഇതാണിനും പെണ്ണിനും തുല്യമാണ്. ഈ പിതാവിന്റെ കണ്ണുനീർ, ആ കുടുംബത്തിന്റെ നൊമ്പരം അതുപോലെ ആ പെണ്ണനുഭവിച്ചോ? ഇല്ല. എല്ലാ മീഡിയക്കാരും ദിവസങ്ങൾ ആഘോഷമാക്കിയില്ലേ ഒരു പിതാവിന്റെ ജീവനും മാനാഭിമാനത്തിനും? തെറ്റു ചെയ്തവർ ആരാണെങ്കിലും അതേ രൂപത്തിൽ അത് പുറത്തു വരണം. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പിതാവ് അനുഭവിച്ച വേദനയ്ക്ക് ആ പെണ്ണും ഇതുപോലെ തന്നെ മനസ്സിലാക്കണം വേദന. സ്വന്തം ഗർഭം മറയ്ക്കാൻ 18 വയസ്സുകാരനെ പ്രതിയാക്കി ജയിലിലടച്ചത് 35 ദിവസമാണ്. ഒരു വിദ്യാർത്ഥിയായിട്ട് പോലും ഒരു +2 കാരനാണ് ഇത് അനുഭവിച്ചതെന്ന് മറക്കരുത്. ഇങ്ങനത്തെ 2000 വാർത്തകൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ആരെങ്കിലും ഇതുപോലെ വ്യക്തിവൈരാഗ്യത്തിന്റെയോ ദേശീയത്തിന്റെയോ പേരിൽ ആർക്കെങ്കിലും എതിരെ കള്ളക്കേസിന്റെ പ്രചരണം നടത്താൻ ആരംഭിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാകണം. ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള വിഷജീവികളെ.